My name is Malvika John, and I'm really excited about today's conversation because it's all about healing. So healing എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പല വ്യാഖ്യാനങ്ങളുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ I've got two experts from their respective fields with me here today, and that is Dr. Yadu and Sandra Justin. Lovely to meet the both of you. ഞാൻ അതിനായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കൊളോ വെക്കുന്നില്ല, so I'm going to give it to you guys. Dr. Yadu, why don't you go first? ഞാൻ ഡോക്ടർ യദുകൃഷ്ണ. ഞാനിപ്പോൾ സെക്കൻഡ് ജനറേഷൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. SKCCR എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ 40 years ആയിട്ട് ഫാദർ ആയിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ഞാൻ വന്നു. ഞാൻ ആ ലെഗസി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും അബ്രോഡുമായിട്ട് പേഷ്യൻസ് വരുന്നുണ്ട്. അത് പല സ്റ്റേജിലുള്ള ക്യാൻസർ പേഷ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ 4th stage ക്യാൻസർ, 3rd stage ക്യാൻസർ, അങ്ങനെ പല കേസുകളും വരുന്നു. പല കോംപ്ലക്സ് കേസുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുക, ആൾക്കാരെ കംഫർട്ട് സോണിൽ കൊണ്ടുപോവുക എന്നതാണ് ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ ഹോമിയോപ്പതിയിൽ ക്യാൻസറിനാണ് ചികിത്സിക്കുന്നത്. അല്ലാതെ തന്നെ ഉണ്ട് നമ്മൾ PCOD, തൈറോയിഡ്, ഫൈബ്രോയിഡ്, അങ്ങനെ പല കേസുകൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ക്യാൻസറിനാണ് ചെയ്യുന്നത്. Hello, thank you for having me. Sandra, clinical hypnotherapist ആണ്, consultant psychologist ആണ്, and also family constellation facilitator. Okay, we'll come back to family constellation. Yeah, sure. ഈ ഹീലിംഗ് ഫിലോസഫി എന്ന് പറയുമ്പോൾ പലവർക്കും പല ഡെഫിനിഷൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന്റെ ഹീലിംഗ് ഫിലോസഫിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ 3 വാക്കുകൾ കൊണ്ട് ഒന്ന് പറയാമോ, ഡിസ്ക്രൈബ് ചെയ്യാമോ? ഹീലിംഗ് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇത് രണ്ടും കണക്റ്റഡ് ആണ്. കാരണം പല ആൾക്കാർക്കും ഈ മെൻ്റലി ഉള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് ഈ സ്ട്രെസ്സിലൂടെ പോകുന്ന ആൾക്കാർക്ക് ക്യാൻസർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് വേറെ ആൽക്കഹോളിക് സ്വഭാവങ്ങളോ സ്മോക്കിംഗ് സ്വഭാവങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അവർ പോകുന്നത് ഈവൻ ബ്ലഡ് പ്രഷർ വരെ നമുക്ക് അതും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും. കാരണം എൻ്റെ ഒരു ഇതിൽ പറയുന്നത് വെച്ചാൽ ഇപ്പം സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് പോലും മര്യാദക്ക് കൺട്രോളിൽ നിൽക്കത്തില്ല. എല്ലാം നമ്മുടെ ബോഡി തന്നെ സ്ട്രെസ്സിലായിരിക്കും, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും, ആങ്സൈസ് ആയിരിക്കും, പല പ്രശ്നങ്ങളുണ്ട് അതൊക്കെ. അപ്പോൾ അത് തന്നെ നമുക്ക് നാളെ അസുഖങ്ങൾ ഉണ്ടാകാം. എല്ലാം ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടായിരിക്കും തുടങ്ങുന്നത്. ഇപ്പോൾ സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഗ്യാസ്ട്രിക് അൾസർ വരുന്ന ആൾക്കാരുണ്ട്. ഈ ഗ്യാസ്ട്രിക് അൾസർ തന്നെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് നാളെ ഒരു ക്യാൻസറായിട്ട് മാറാം. അങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, അങ്ങനെ 3 വാക്കിൽ ഞാൻ പറയുന്നത് കൊണ്ടാണ്. എല്ലാം ഫിസിക്കൽ മാത്രമല്ല, എല്ലാം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. എല്ലാം ഇമോഷണലി എന്ന് പറയാനായിട്ട് കാരണം നമ്മുടെ ഫാമിലി, അവിടുത്തെ ഹാപ്പിനെസ്, എല്ലാം റിലേറ്റഡ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ 3 ഫാക്ടറിൻ്റെ അകത്ത് വരുന്നുണ്ട്. തെറപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. അതേസമയം ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ വാട്ട് ഇസ് one thing about your job that people always get wrong? ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യം I would say എല്ലാവരും വിചാരിക്കുന്നത് അത്രയ്ക്കും നമുക്ക് എന്തെങ്കിലും ഭീകരമായ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിറ്ററലി ആളുകൾ പറയില്ലേ ഭ്രാന്താണ്, ആ ലെവലിലാണ് തെറാപ്പി സീക്കേണ്ടതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ബട്ട് ദാറ്റ്സ് സോ റോങ്. നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെയാണ്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ നമുക്കത് സപ്പോർട്ടാണ്, നമുക്ക് തന്നെയും ചെയ്യാം. എപ്പോഴും തെറാപ്പിക്ക് പോകണമെന്നല്ല, നമുക്ക് തന്നെയും എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാം. പക്ഷെ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ ഈസിയർ ടു അച്ചീവ് അവർ ഗോൾസ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഡിപ്പ് വരുമ്പോൾ ഒരു സപ്പോർട്ടാണ് തെറാപ്പി. I'm kind of guilty on this as well because പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് ഒരാൾ ചോദിച്ചു ഇങ്ങനെ തെറപ്പിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല തെറപ്പിക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, അതിന് പ്രശ്നം വരാൻ കാത്തിരിക്കേണ്ട തെറപ്പിക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോൾ അത് what is your take on it? അതൊന്ന് പ്രിക്കോഷൻ ആയിട്ടാണോ? പ്രശ്നം വരാനായിട്ട് കാത്തിരിക്കേണ്ട, പക്ഷേ നമ്മളൊരു കുഞ്ഞൊരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും ഓടിയും തെറാപ്പിക്ക് പോകണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, ഇതിന്റെ ഫസ്റ്റ് ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആളെ എന്ത് പറയും, കല്യാണം മുടങ്ങും, ഇതൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴും നിങ്ങളുടെ പ്രയോറിറ്റിയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മെന്റൽ ഹെൽത്ത് ശരിയല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ യദു പറഞ്ഞ പോലെ ഇപ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നല്ലോ, അതായത് ക്യാൻസർ ഒക്കെ വരുന്നതിന്റെ പല റീസണും സ്ട്രെസ് ആണ്. നമ്മൾ മെറ്റാഫിസിക്കൽ അനാട്ടമി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നെ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ആങ്കർ, സപ്രസ്ഡ് ആങ്കർ ഇസ് വൺ ഓഫ് ദ മേജർ റീസൺ മോസ്റ്റ് ഓഫ് ദി ക്യാൻസറിന്റെ ഡെവലപ്മെന്റിനെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ തെറ്റിദ്ധാരണകളെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടറിന്റെ ഫീൽഡിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണ് ആൾക്കാർക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് പറയുന്നത്?
തെറ്റിദ്ധാരണ. ഹോമിയോപ്പതിയിൽ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് എല്ലാവരും ഹോമിയോപ്പതി എന്ന് കേൾക്കാൻ നേരത്ത് ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് ഞാൻ ക്യാൻസർ ചികിത്സിക്കുന്നു എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിയിൽ എങ്ങനെയാണ് ക്യാൻസർ ചികിത്സിക്കുന്നത്, എങ്ങനെയാണ് ഒരു പിൽസ് കൊടുത്തിട്ട് ഹോമിയോപ്പതിയിൽ മാറുന്നത്? പക്ഷെ അത് ഒരു മിസ്കൺസെപ്റ്റ് ആണ്. കാരണം ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാം റിപ്പോർട്ട് ബേസ്ഡ് ആണ്. കാരണം റിപ്പോർട്ട് ബേസ്ഡ് എന്ന് വെച്ചാൽ എല്ലാം സയന്റിഫിക്കലി എവിഡന്റ് ആയിട്ട് രീതിയിൽ ചെയ്യുന്നത്. ഒന്ന് സ്കാൻ റിപ്പോർട്ട് നമ്മൾ നോക്കാറുണ്ട്, അല്ലാതെ 2 ബ്ലഡ് ടെസ്റ്റ് നോക്കാറുണ്ട്. ഇത് രണ്ടിലും അസുഖം കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ക്യാൻസർ മാറുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ കുറയുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ വെറുതെ ഞാനിപ്പോൾ മരുന്ന് കൊടുത്തതിന് ശേഷം അത് മാറും 6 മാസം ചികിത്സിക്കണം അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മളെല്ലാം സയന്റിഫിക് എവിഡന്റ് ബേസ്ഡ് ആയിട്ടാണ്. അല്ലാതെ നമ്മളിവിടെ കൊടുക്കുന്നതും ഒരു പിൽസ് കൊടുത്തിട്ടല്ല ക്യാൻസർ മാറ്റുന്നത്. മൾട്ടിപ്പിൾ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ പെത്തോളജിക്കൽ നോക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, ആൾക്കാരുടെ മൈൻഡ് നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ആൾക്കാർ ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല പല മെഡിസിൻസ് അത് ഓരോ പേഴ്സൺ വെച്ചിട്ട് നമ്മൾ നോക്കുന്നത്. ആൾക്കാർക്ക് ആളെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമ്മൾ കമ്പൈൻ ചെയ്യും മെഡിസിൻസ്. ഈ മെഡിസിൻസ് ഒരാൾക്ക് അതൊരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ ക്യാൻസറിന് കൊടുക്കുന്നത്. അതും നമ്മൾ മെഡിസിൻ എടുത്തതിന് ശേഷം ഒരു 30 to 45 days ആകുമ്പോൾ അവരുടെ ബ്ലഡ് നോക്കും, അതിൻ്റെ അകത്ത് ട്യൂമർ മാർക്കേഴ്സ് നോക്കും. ക്യാൻസറിൻ്റെ അകത്തുള്ള CA, 19.9, 125, 15.3 അങ്ങനെ പല പല കേസുകളുണ്ട്, പല പല ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കും. അതല്ലാതെ തന്നെ സ്കാൻ ടെസ്റ്റുകളുണ്ട്. അതിപ്പോൾ പെറ്റ് സ്കാൻ വേണ്ടി പെറ്റ് സ്കാൻ ചെയ്ത് നോക്കും, ഇല്ലെങ്കിൽ CT ചെയ്ത് നോക്കും, MRI ചെയ്ത് നോക്കും. ഇതിൽ ട്യൂമർ സൈസ് ചുരുങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറയുന്നത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് വരുന്ന 80 to 95% ഓഫ് ദ കേസ് നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. വളരെ കുറച്ച് കേസുകൾ മാത്രമേ നമുക്ക് കുറയുന്നില്ല. അതും കൂടുതലും കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളായിരിക്കും. പക്ഷേ പ്രൈമറി സ്റ്റേജിൽ വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ, അതും വേറെ ഒരു തെറാപ്പിയും പോവാതെ വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഭാഗം നല്ലൊരു റിസൾട്ട് തന്നെയാണ് അതിനകത്തുള്ളത്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ പിന്നെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് ക്യാൻസർ, അതാണ് എല്ലാവർക്കും. പിന്നെ അതേപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾ എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഈ മെഡിസിൻ പ്രിപ്പറേഷൻ തന്നെ അങ്ങനെയാണ്. ഈ മെഡിസിൻ ഹെർബ് എടുത്തിട്ട് ആൽക്കഹോളിൽ വെക്കാൻ നേരത്ത് ഇതിൻ്റെ മെഡിസിനിൽ എഫക്ട് ആൽക്കഹോളിൽ വരും. പക്ഷെ നമ്മൾ ആൽക്കഹോൾ ഡൈല്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ കൊടുക്കുന്നത്. അതും നമ്മൾ ഇതേപോലെ ഒരു ബോട്ടിൽ അങ്ങനെയൊന്നുമല്ല കൊടുക്കുന്നത്. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആൾക്കാരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബോഡി അനുസരിച്ച് അത് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ആ രീതിയിലാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല. പിന്നെ വേറെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർക്ക് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വരുമോ, ഡയബറ്റിക് വരുമോ, അങ്ങനെ സംശയമുണ്ട്. പിന്നെ ചായ കുടിക്കാൻ പാടില്ല, കാപ്പ് കുടിക്കാൻ പാടില്ല, അങ്ങനെ കുറേ മിസ്കൺസെപ്റ്റ് ഉണ്ട് ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ ഞാനൊക്കെ അത് ആക്ച്വലി അത് ഗ്ലോബ്യൂളാണ്. അത് ഗ്ലോബ്യൂൾ എന്നാണ് പറയുന്നത്. അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നമുക്കിപ്പോൾ അക്യൂട്ട് കേസ് പോലത്തെ കേസുകൾ വരാൻ നേരത്ത് അങ്ങനെ ചെയ്യുന്ന നിരവധി ഹോമിയോ ഡോക്ടർമാരുണ്ട്. അക്യൂട്ട് കേസിൻ്റെ അകത്ത് ഗ്ലോബ്യൂൾസിൻ്റെ അകത്ത് നമ്മൾ 4-5 ഡ്രോപ്സ് നമ്മുടെ മെഡിസിൻസ് കൊടുക്കുന്ന ഒരു ഡോക്ടറുണ്ട്. പക്ഷെ നമ്മുടെ ഫേസ് എന്ന് പറയുമ്പോൾ, ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മൾട്ടിപ്പിൾ 40, 50, 60, 100 കണക്കിന് മെഡിസിൻസ് അതിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. So going back to what we talked before, family constellations. Okay, and I think the profile നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ടൈപ്പ് ആണോ ഇനി ഫാമിലി കൺസൾട്ടേഷൻ ആണോ? Because that's something so new to me. I'm pretty sure ആർക്കും അത് അറിയില്ല. So could you just shed some light? ഇവിടെ നമ്മുടെ നാട്ടിൽ കമ്പാരിറ്റീവ്ലി അതൊരു ന്യൂ തെറാപ്പി മൊഡാലിറ്റി തന്നെയാണ്. അത് ജർമ്മനിയിലാണ് അത് കുറച്ചുകൂടി അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. ബേസിക്കലി നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ലീനിയേജിലൊക്കെ വരുന്ന ഹിഡൻ പാറ്റേൺസ് കണ്ടുപിടിക്കുന്ന ഒരു തെറാപ്പി മൊഡാലിറ്റിയാണത്. കാരണം നമ്മളുടെ പാരൻസിന്റെ ജീൻസ് മാത്രമല്ലല്ലോ ക്യാരി ചെയ്യുന്നത്. ഇപ്പം ജീൻസ് വഴി നമ്മൾ പല കാര്യങ്ങളും ക്യാരി ചെയ്യുന്നുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ പാരൻസിനെ നമ്മൾ ഈ അച്ഛനെന്താ ഇങ്ങനെ എന്ന് ജഡ്ജ് ചെയ്തിട്ട് കുറച്ച് വലുതായി വരുമ്പോൾ അതേ സ്വഭാവത്തിലേക്ക് നമ്മൾ മാറും. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും എന്തുകൊണ്ട് നമ്മൾ ക്യാരി ചെയ്യുന്നു, എങ്ങനെയാണ് ആ ലവ് ആൻഡ് ലോയൽറ്റി അവിടെ വർക്ക് ചെയ്യുന്നത്, ആ പാറ്റേൺസ്, ആ ഹിഡൻ ഡൈനാമിക്സ് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു തെറാപ്പി മൊഡാലിറ്റിയാണ് അത്. It's so magical, I would say. Right. Okay. Well, talking about magical cases, I'm pretty sure രണ്ടുപേർക്കും വളരെയധികം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ ഏതെങ്കിലും at a certain point have you felt like this particular case transformed your philosophy അല്ലെങ്കിൽ your career? അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? More than transformed, there have been a lot of cases where I felt wow. കാരണം നമ്മൾ പഠിക്കുന്നത് മാത്രമല്ലല്ലോ, നമ്മൾ ചെയ്ത് നമ്മുടെ ക്ലയൻസിൽ ആ മാറ്റം കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു വല്ലാത്തൊരു ഇമോഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ അടുത്ത് IBS
ഇമോഷണൽ റീസൺസ് കൊണ്ട് IBS ഉണ്ടാവുമല്ലോ. അപ്പം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അപ്പം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ 7 തവണയൊക്കെ വാഷ്റൂമിൽ പോവാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. When we looked back, it was all coming from shame ഹോൾഡ് ചെയ്തിട്ട് പല റീസൺസ് ഉണ്ട്. അപ്പം I don't want to reveal the reasons here, but yeah, shame was the one of the reason ഈ ഒരു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. When we worked with the shame and the guilt, completely അത് മാറി. അങ്ങനത്തെ ഒരുപാട് കേസസ് ഉണ്ട്. ഈവൻ സോറിയാസിസ്, ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ്, ഇതെല്ലാം നമ്മൾ അതിൻ്റെ ഇത് നമ്മുടെ തെറാപ്പി കൊണ്ട് മാത്രം മാറുന്നു എന്നല്ല. ഇറ്റ്സ് എ കോംപ്ലിമെന്ററി തെറാപ്പി, അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് തെറാപ്പി മൊഡാലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അലോങ് വിത്ത് ദി മെഡിസിൻസ് ആൻഡ് എവറിത്തിങ്. നമ്മൾ അതൊന്നും അവരോട് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. റൂട്ട് കോസ് കണ്ടുപിടിച്ച് മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് വരുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ടൈം ബീയിങ്ങിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ടെങ്കിലും പരിപൂർണമായൊരു മാറ്റം ലൈഫിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ ദ കോസ്. Right. Okay. Yeah. So family constellations. Family constellation is one of the modality, but I am primarily using hypnotherapy to work with all of this. Because subconscious mind is everything. Your 95% of the brain is subconscious. And അവിടെയാണ് നമ്മുടെ ബിലീഫ്സും എല്ലാം വരുന്നത്. ബിലീഫ്സിനെ പറ്റി ബിലീഫ്സ് എങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളത് ഐ എം ഷുവർ ഡോക്ടർ യദു can speak better about it. ഇല്ല, ഞാൻ ഡോക്ടർ പറഞ്ഞതായിട്ട് അംഗീകരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറേ മൈൻഡ് റിലേറ്റഡ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. കാരണം പല ആൾക്കാരും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ IBS കേസിലാണെങ്കിൽ IBSന്റെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല IBS വരുന്നതിൻ്റെ. കാരണം കുറേ തിയറി പറയുന്നുണ്ട് എൻ്റെ അകത്ത്. പക്ഷേ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ആങ്സൈറ്റി, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് വരുന്നുണ്ട്. അങ്ങനെ IBS വരുന്ന പോലെ ആൾക്കാരുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റിയൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയുന്ന ഡോക്ടറാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ സബ് കോൺഷ്യസ് റിലേറ്റഡ് ആണ് അതിനകത്ത് കോൺഷ്യസ് സബ് കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൈൻഡ് ഉണ്ടല്ലോ. അതിനകത്ത് നമ്മളിപ്പോൾ സംസാരിച്ച കോൺഷ്യസിലാണ്, പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ബാക്കിയുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് ഒരു ഇരുട്ട് മുറിയിൽ നമ്മൾ ചെറിയ ഒരു വെളിച്ചമായിട്ട് പോകുന്ന പോലെയാണ്. അതിൽ നമുക്ക് 5-10 വയസ്സിൽ നമ്മൾ കളഞ്ഞിട്ടുള്ള ടോയ്സ് കാണാം. അങ്ങനെ പല പല കാരണങ്ങൾ. കാരണം അത് നമ്മുടെ മൈൻഡിൽ കിടപ്പുണ്ട്, ഇതെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഈ പല കാരണങ്ങൾ നമ്മുടെ ഫിസിക്കൽ മൈൻഡ് റിലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കടന്നു വന്നിട്ടുള്ള പല കാരണങ്ങൾ, പല കാര്യങ്ങൾ ജീവിതത്തിലൂടെ, അതെല്ലാം നമ്മുടെ ഫിസിക്കലി പിന്നെ വരുന്ന നമ്മുടെ അസുഖങ്ങളെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഫിസിക്കൽ ബോഡി ആൻഡ് മൈൻഡ് എവറിത്തിങ് ഈസ് റിലേറ്റഡ്. പിന്നെ ആദ്യമേ ചോദിച്ച ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു സക്സസ് എന്ന കാര്യം ചോദിച്ചിരുന്നു നമുക്ക് കേസിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കേസുകളുണ്ട് നമുക്ക്. ക്യാൻസറിൻ്റെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ലിവർ ക്യാൻസർ ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കേസുണ്ട്. ഇപ്പോൾ 4th സ്റ്റേജ് ക്യാൻസർ. ആൾക്ക് ഇപ്പോൾ 65 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ഒരു പോലീസ് ഓഫീസറാണ്, റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അപ്പോൾ ആൾക്ക് 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നു. ആൾ വന്നപ്പോൾ തന്നെ ആൾ വേറെ ഒന്നും കീമോതെറാപ്പിയോ അങ്ങനത്തെ ഒരു തെറാപ്പിയും എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്നു ആൾക്ക്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടെ ടോൺസിൽ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു, ക്യാൻസർ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ മെറ്റു ലങ്സിലും ക്യാൻസർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ 1 വർഷമായിട്ട് എൻ്റെ ചികിത്സയിലുണ്ട്. ആൾ 4th സ്റ്റേജ് ക്യാൻസറാണ്. ആളുടെ അടുത്ത് 1 മാസം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞത്. ആൾക്ക് ആകെ ഉള്ള ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FNAC എടുത്ത ഭാഗമുണ്ട്. ആ ഫൈനൽ ആസ്പിറേഷൻ എന്ന് പറയും. ആ ഭാഗത്ത് FNAC ചെയ്തൊരു ഭാഗം അവിടെ കുത്തിയെടുക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പോഴും പെയിൻ ഉള്ളൂ. അല്ലാതെ ലിംഗ് റിലേറ്റഡ് ആയിട്ട് വേറെ പ്രശ്നങ്ങളില്ല, വേറെ സ്പ്രെഡ് ഇല്ല. ഇപ്പോൾ ആ 4th സ്റ്റേജ് എങ്ങനെയാണോ, അതായത് നമ്മൾ അത് 4th സ്റ്റേജ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആൾ എങ്ങനെ എത്ര നാൾ ഒരു കുഴപ്പമില്ലാതെ, അതായത് ഈ അസുഖം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഒരു കുഴപ്പമില്ലാതെ ആൾക്ക് വേറെ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകുന്ന എങ്ങനെയാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. 1 വർഷമായിട്ട് ആൾക്ക് ഒരു കുഴപ്പം തന്നെയില്ല. ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്കാൻ ടെസ്റ്റിലാണെങ്കിലും CA ലെവലെല്ലാം നോർമലാണ്. സ്കാനായി ട്യൂമർ സൈസ് ഒന്നും കൂടിയിട്ടില്ല. അതെല്ലാം കണ്ടുപിടിക്കാൻ നിൽക്കുകയാണ്. ഒരു 4th സ്റ്റേജ് ക്യാൻസറിന് ഉള്ള ഒരു പേഷ്യന്റിന് 1 വർഷത്തിന്റെ മേളിൽ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഒരു 1st സ്റ്റേജോ 2nd സ്റ്റേജോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്നു ലിവർ ക്യാൻസർ. അതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 3, 4, 5 months 6 months കൊണ്ട് തന്നെ 5.5 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന ട്യൂമറൊക്കെ ഞാൻ 2 സെന്റിമീറ്റർ ആയിട്ട് കുറച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും വർഷങ്ങളായിട്ട് ഒരു കുഴപ്പമില്ലാതെ. വേറെ 4th സ്റ്റേജ് ക്യാൻസർ ഉണ്ട്. ആൾക്ക് ഇതേപോലെ തന്നെയായിരുന്നു. ആള് കീമോ ചെയ്തില്ല. കുടലിൽ ക്യാൻസർ ഉണ്ടായി, ട്യൂമർ ഉണ്ടായിരുന്നു, ലങ്സിൽ മെറ്റുണ്ടായിരുന്നു. ഈ കേസ് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ 7 മാസം കൊണ്ട് ഞാൻ നോക്കുന്നത് കംപ്ലീറ്റ്ലി എല്ലാം മാറി. ആളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ആൾക്ക് 19 വയസ്സുണ്ട്. അത് ഞാൻ വേളാങ്കണ്ണി പൊക്കോട്ടെ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വിട്ട ആൾക്കാരെ. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട് ഒരു കുഴപ്പമില്ലാതെ. ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇപ്പം എനിക്കും ഒരു ഐഡിയ ഇല്ല, ജനറൽ നോളജ് ഒന്നും ഇല്ല മെഡിക്കൽ ഇതിനെ കുറിച്ച്.
സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ എന്നുള്ള എനിക്ക് ആദ്യം ഇതാണ് നമ്മുടെ ഹോമിയോ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം നമുക്ക് ഇതിനകത്ത് വേറെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ നാച്ചുറലി തന്നെ ബോഡീൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് നോർമലി ബോഡി എങ്ങനെ ഹീൽ ചെയ്യുന്നു. ഇപ്പം നമുക്കൊരു കയ്യിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ നോർമലി ഹീൽ ആവത്തില്ലേ, അതേപോലെ തന്നെ ഒരു ട്യൂമർ വന്നത് എങ്ങനെയാണോ അതിന് റിവേഴ്സ് പ്രോസസ്സിൽ നമ്മൾ ആ ട്യൂമറിനെ തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ്. ട്യൂമറിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ട് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടിയിട്ട് ആ ട്യൂമറിനെ ചുരുക്കിയെടുക്കുന്ന രീതിയിലാണ്. അതിന് നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നത്, ആ മെഡിസിൻസ് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുസ്തകം മാത്രമല്ല, അങ്ങനെ മൾട്ടിപ്പിൾ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. പിന്നെ അച്ഛൻ്റെ പാരമ്പര്യം, അങ്ങനെ എല്ലാം കൂടി വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു സൊല്യൂഷനിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കും എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്കത് വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആൾക്കാർ നോക്കുമ്പോൾ ഒരു കസേരയിൽ എങ്ങനെ ഫോർമുലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ സമയമാകുമ്പോൾ നമ്മുടെ തലയിൽ വരും ഇതെന്തൊക്കെയാണ് ഈ മെഡിസിൻസ്. അത് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ മെഡിസിൻസ് ഏതൊക്കെയാണ് എൻ്റെ അകത്തുള്ള ആ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വരേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അത് ലാസ്റ്റ് അത് സൊല്യൂഷനിൽ വന്നു കഴിയുമ്പോൾ അത് വലിക്കുന്നുണ്ട്. ഡോക്ടർ ഈ ഹോമിയോപ്പതിയുടെ ചികിത്സയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ 4th സ്റ്റേജ് ക്യാൻസർ ഒക്കെ പറഞ്ഞല്ലോ. നാച്ചുറലി എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവുമോ എന്നാണ്. ഇല്ല, അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഗുണം. കാരണം ഹോമിയോപ്പതിയിൽ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം നമ്മളെല്ലാം നാച്ചുറലി എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഈ മെഡിസിൻസ് ആണെങ്കിൽ തന്നെ ഹെർബലി എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ മെഡിസിനൽ ആക്ഷൻ കൊണ്ടുവരുന്നതാണ് നമ്മുടെ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം വരുമ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഇല്ല. ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ മെഡിസിൻസ് ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ 4th സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ അതിൽ 40, 50, 60 മെഡിസിൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആൾക്കാരുടെ മൈൻഡ് നോക്കിയിട്ട്, ആൾക്കാരുടെ പത്തോളജി നോക്കിയിട്ട്, ആൾക്കാരുടെ ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അങ്ങനത്തെ ഓരോ മെഡിസിൻസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനങ്ങനെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. കാരണം കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാത്തതാണ്. നമ്മൾ നാച്ചുറലി എങ്ങനെയാണ് ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കൊണ്ടുവരുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്, അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മെഡിസിൻസ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ട്യൂമർ ആണെങ്കിൽ തന്നെ നോർമലി ബോഡി ഹീൽ ചെയ്യുന്ന പോലെ തന്നെ ട്യൂമർ തിരിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ ചുരുക്കി കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ സ്കാനും ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് മെഡിസിൻ കൊടുത്തതിന് ശേഷം അറിയാം ഈ ട്യൂമർ റിവേഴ്സ് പ്രോസസ്സറായിട്ട് ചുരുങ്ങി തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് എനിക്ക് ചോദിക്കാനുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണൽ ജേർണിയിൽ ഹാവ് യു ഡൗട്ടഡ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ പ്രോസസ്, and then something or the other might have happened and then you just go back to trusting your own process? അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എൻ്റെ കരിയറിൽ ഞാനത് പറയില്ല. പക്ഷേ എനിക്കത് കൂടുതൽ ഡൗട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എല്ലാം പഠിക്കുമ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ കമ്മിങ് ഫ്രം സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ അബൌട്ട് ഇറ്റ്. ഇതെന്താ ചുമ്മാതാണോ, ഇതൊക്കെ വർക്ക് ആവോ, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി നമ്മളതിൽ കുറച്ചുകൂടി ഡീപ്പറായിട്ട് നോക്കുമ്പോൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒക്കെ എന്ന് പറയുന്നതാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആൻസിസ്ട്രൽ മെമ്മറി ആകാം നമ്മൾ ടാപ്പ് ഇൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആകാം, ചിലപ്പോൾ സെല്ലുലാർ മെമ്മറീസ് ആകാം. പക്ഷെ ഈ മെമ്മറീസ് അവിടെ ഇരുന്നിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ പല ട്രീറ്റ്സും നമ്മൾ ഇത് സ്റ്റഡീഡുമാണ്. അതായത് ഒരു മൈസിൽ ഒരു ചെറി ബ്ലോസം എക്സ്പെരിമെന്റ് കേട്ടിട്ടുണ്ടോ? അത് ചെറി ബ്ലോസം എക്സ്പെരിമെന്റിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ജനറേഷൻ മൈസിൽ അവര് ഷോക്ക് കൊടുത്തു ഈ ചെറി ബ്ലോസം മണപ്പിക്കുന്ന സമയത്ത്, കണ്ടീഷനിങ്. അവരുടെ കുട്ടികൾ ഉണ്ടായപ്പോഴും ഈ ചെറി ബ്ലോസം മണപ്പിക്കുമ്പോൾ സീഷർ പോലെ വന്നു. അവരുടെയും കുട്ടികൾക്ക് ചെറി ബ്ലോസം മണപ്പിക്കുമ്പോൾ ആൻസൈറ്റി വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആൻസൈറ്റി എന്താ വന്നേ, നമ്മൾ ഇപ്പോഴത്തെ ഒരു ബേസിലുള്ള കാര്യങ്ങളാവില്ലേ നോക്കുക. കഴിഞ്ഞ 3 months എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, അല്ലെങ്കിൽ 6 months ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, എന്താണ് ആൻസൈറ്റി ട്രിഗർ ചെയ്തത്? എപ്പോഴും ഒരു ട്രിഗറിംഗ് പോയിന്റ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ഈ ലൈഫിലാണെങ്കിലും. പക്ഷേ ഇറ്റ് ക്യാൻ ബി കമ്മിങ് ഫ്രം യുവർ ആൻസിസ്റ്റേഴ്സ് ഓർ ഫ്രം യുവർ കോൺഷ്യസ് മൈൻഡ് ഓർ അൺകോൺഷ്യസ് മൈൻഡ്. സോ അപ്പോൾ ഇനീഷ്യലി എനിക്കത് ഭയങ്കര എന്താണ്, അല്ലെങ്കിൽ ഓർഗൻ റീജനറേഷൻ, അതായത് നമ്മൾ തെറാപ്പി വഴി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IBS-ഉം type 2 ഡയബറ്റീസ് ഒക്കെ മാറ്റാം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ശരിക്കും എന്ന് തോന്നും. പക്ഷെ നമ്മൾ ലിറ്ററലി റിസൾട്ട്സ് കൺമുന്നിൽ കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ചു പോകും. എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ചില കോംപ്ലക്സ് കേസ്, അത് കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളാണ്. ആ കേസുകൾ വരുമ്പോഴാണ് നമുക്കും, കാരണം നമുക്ക് എന്തായാലും അറിയാം റിസൾട്ട് ഉണ്ടെന്ന് അറിയാം. ബട്ട് എന്തുകൊണ്ട് എനിക്കൊരു 100% റിസൾട്ട്, അതായത് 90% എത്തി, ബാക്കിയുള്ള 10% കൂടി ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയൊരു സംഭവം തന്നെ ആയിരിക്കും. ആൾക്കാർക്ക് വരുന്ന ക്യാൻസറിന് ഒരു മെഡിസിൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്ന് മാത്രമല്ല ചികിത്സ, അതായത് കംപ്ലീറ്റ്ലി ഒരു ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ
അപ്പൊ അതിലോട്ടാണ് പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. പിന്നെ ആരും ആദ്യം തന്നെ എനിക്ക് തോന്നുന്നില്ല ഹിപ്നോതെറാപ്പിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഹോമിയോപ്പതിക്ക് ആണെങ്കിലും ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതല്ല ഇത്. എല്ലാം ട്രൈ ചെയ്ത് അവസാനം എന്നെ ഒന്ന് രക്ഷിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. സോ ആ ലാസ്റ്റ് കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയ്ക്ക് അവരും അവരുടെ ഫുള്ള് അതിനുവേണ്ടി നൽകാൻ തയ്യാറായിരിക്കും. അവരുടെ ആ കൺസിസ്റ്റൻസി, എഫേർട്ട്, വില്ലിങ്നെസ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഹോമിയോപ്പതിക്ക് ആയാലും നമ്മളുടെ തെറാപ്പിക്ക് ആയാലും ഇനിയിപ്പോൾ ഏത് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയാണെങ്കിലും പണ്ടുള്ളവർ പറയില്ലേ നമ്മൾ അയ്യേ എന്നൊന്നും പറഞ്ഞിട്ട് കഴിക്കരുത്, നമ്മൾ ആ മാറ്റം വരണം എന്ന ചിന്തയോടുകൂടി ഒരു വെള്ളത്തിനോട് നമ്മളൊരു പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ പോലും അതിനതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ്. സോ ഇറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം വിതിൻ ഫസ്റ്റ്. അപ്പോൾ മൈൻഡും ബോഡി ഒരേപോലെ, മൈൻഡ്, ബോഡി ആൻഡ് യുവർ സോൾ, ഇറ്റ് ഷുഡ് ബി അലൈൻഡ്. രണ്ടുപേരുടെയും ഫിലോസഫി അത് അപ്പോൾ ഈ സ്ട്രെസ്സിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ സ്ട്രെസ് നമുക്ക് പലപ്പോഴും അങ്ങനെ ക്വാണ്ടിഫൈ അല്ലെങ്കിൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യമില്ല, പക്ഷെ എന്നാൽ കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ, അതൊരു ഫിസിക്കലി എയിൽമെന്റ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അത് നമ്മുടെ ബോഡിയിലേക്ക്? എനിക്ക് സ്ട്രെസ്സിന്റെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് നമ്മൾ ഈ വുളൻ നൂല് കണ്ടില്ല, ആകെ ടാങ്ക് വാരിയൊക്കെ എടുക്കുന്നത്, അതുപോലെയാണ് എൻ്റെ മൈൻഡിലേക്ക് വരുന്ന ഇമേജ്. സ്ട്രെസ്സിൻ്റെ ആയാലും ഇതായാലും ശരിയാണ്, നമുക്കത് അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്ത് നമുക്ക് പറയാൻ ഉള്ള മെത്തേഡ്സ് ഉണ്ട്, സൈക്കോമെട്രിക് അസസ്മെന്റ്സ് ഉണ്ടെങ്കിലും കൂടുതലും നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ സ്ട്രെസ്സിന്റെ ടോളറൻസും മാളവികയുടെ ടോളറൻസും ഡോക്ടറുടെ ടോളറൻസും എല്ലാം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. എൻ്റെ മദറിന്റെ, ഗ്രാൻഡ് മദറിന്റെ, അമ്മാജിയുടെ സിസ്റ്ററിന്റെ ഒക്കെ യൂട്രസ് വരെ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് PCOD ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് സ്കാനൊക്കെ ചെയ്യുമ്പോഴാണ് PCOD ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയുന്നത്. എന്റെ വീട്ടിൽ ആദ്യം PCOD ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എനിക്കും എന്റെ ബാക്കി കസിൻസിനാണ്. സോ ഐ തിങ്ക് ഇതും ഇങ്ങനെ ജനറേഷനിൽ പാസ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. PCOD ജനറേഷൻ മാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികൾ എടുക്കുന്ന സ്ട്രെസ്സും ഇതെല്ലാം പ്രശ്നങ്ങളാണ്. കാരണം ഒരു ആവശ്യമില്ലാത്ത സ്ട്രെസ്സാണ്. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കുട്ടികൾ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാവരും തന്നെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മറ്റേ ആളൊരു ലൈഫിലല്ലോ, എനിക്ക് മറ്റേ ആളുടെ ലൈഫിലല്ലോ, പിന്നെ അവരെ തന്നെ പുഷ് ചെയ്യാൻ നോക്കാം. ആവശ്യമില്ലാത്ത സ്ട്രെസ്സാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരാൾ മര്യാദ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഇപ്പം എത്ര മണിക്ക് കിടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 10 മണി 12 മണി, ഈ കിടക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നത്? ലാസ്റ്റ് ഫോൺ നോക്കാതെ കിടക്കുന്ന ആരും തന്നെ ഇല്ല. അപ്പൊ ഈ ഫോൺ നോക്കി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രെയിൻ അത്രയും ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. ആ സമയം നമ്മൾ കിടക്കും, ഒരു 10 മണി തൊട്ട് 12 മണി വരെ ആയിട്ട് നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫോൺ വെച്ച് കിടന്നു കഴിഞ്ഞാലും നമുക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയോട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പ്രോപ്പർ സ്ലീപ്പ് കിട്ടത്തില്ല. രാവിലെ നമ്മൾ നോക്കുമ്പോൾ 6 മണിക്കൂറും 7 മണിക്കൂറും 8 മണിക്കൂറും ഉറങ്ങുന്നതായിട്ട് കാണാം. പക്ഷേ അവിടെ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നില്ല. നമുക്ക് അപ്പോൾ REM സ്ലീപ്പ് എന്ന് പറയുക, റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആ നമ്മുടെ മൈൻഡ് എപ്പോഴും മൂവ്മെന്റ്, അപ്പോഴും ബോഡി സ്ട്രെസ്ഡിലാണ് കിടക്കുന്നത്. നമ്മൾ ഒരിക്കലും റിലാക്സ്ഡ് അല്ല ഇതിനകത്ത്. അപ്പം അതാണ് ഈ കാറ്റഗറി ക്യാൻസർ, PCOD എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് തന്നെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ കാറ്റഗറിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ ഇതിൽ കുറേ മാറ്റങ്ങൾ, ഇപ്പോൾ PCOD എന്ന് പറഞ്ഞ അസുഖം പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ അതിൽ മെഡിക്കേഷൻസ് വേണം. അത് ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ വെച്ചാൽ ഒന്നത്തെ കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ പേസ്ട്രീസ്, ഐസ്ക്രീംസ്, അങ്ങനത്തെ ഡയറി പ്രൊഡക്റ്റുകൾ ചില ആൾക്കാർക്ക് പറ്റത്തില്ല. ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഇപ്പം ചപ്പാത്തി, ഓട്സ്, അങ്ങനെ ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ട് അത് അവർക്ക് പറ്റത്തില്ല. സീലിയാക് ഡിസീസ് എന്ന് പറയും അതിന്, അത് അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് ഗ്ലൂട്ടൻ ഉള്ള ഭക്ഷണങ്ങൾ അത് മാറ്റി വെക്കേണ്ടി വരും. ഇല്ല അതിനകത്ത് വേണമെന്ന് വെച്ചാൽ പിന്നെ ഒരു ഇപ്പോൾ ഡോക്ടറിൻ്റെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മൈൻഡും ബോഡിയും റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അവർക്ക് മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ, അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടി വരും. രണ്ടാമത്തെ വെച്ചാൽ അവർക്ക് ബോഡി ഫിസിക്കലി വേണ്ടതെന്ന് വെച്ചാൽ വർക്കൗട്ട് വേണ്ടി വരും. പിന്നെ അടുത്ത് നമുക്ക് മെഡിസിൻസ്, പിന്നെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സുകളെല്ലാം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതൊരു ലൈഫ് ഒരു നല്ലൊരു പ്രോപ്പർ അൽഗോരിതത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു PCOD നമുക്ക് ഫൈറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ ഈ PCOD എന്ന് പറഞ്ഞാൽ. ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റിൽ ഇപ്പൊ നമ്മൾ തെറാപ്പിയുടെ ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സ്ക്രോൾ ചെയ്യുന്ന കാര്യം, ശരിക്കും നാച്ചുറലി നമ്മൾ ആ സമയത്ത് ഒരു ഹിപ്നോസിസ് സ്റ്റേറ്റിലാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഉണർന്നു കഴിഞ്ഞ ഒരു 15-20 മിനിറ്റ്സ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം വി ഡോണ്ട് ഹാവ് എ ക്രിട്ടിക്കൽ ഫിൽറ്റർ അറ്റ് ദ ടൈം. ഡയറക്ട്ലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോണത്. അപ്പം നമ്മൾ രാത്രി ഇന്ന ആളെ ഇത് കുത്തിക്കൊന്നു, ഇവിടെ അമ്മ മോനെ വെട്ടിക്കൊന്നു, അവിടെ ചവിട്ടി, ഇതെല്ലാം വായിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്ത് ഇമോഷനാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു ആംപ്ലിഫൈഡ് ഫോമിൽ, കാരണം
Your subconscious mind is 6,000 times more powerful than your conscious mind. 1-2% ഒക്കെ ആണെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് നിൽക്കായിരുന്നു. ദിസ് ഇസ് ലൈക്ക് വെരി സ്ട്രോങ്. അപ്പൊ അതിന്റെ അസോസിയേഷൻസ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിചാരിക്കും കോൺഷ്യസ്ലി ഐ എം ഡൂയിങ് എവറിത്തിങ്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൊണ്ട് തന്നെ ഇപ്പൊ കോൺഷ്യസ്ലി യു വോണ്ട് ടു ബി സക്സസ്ഫുൾ, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫ് എന്ന് പറയുന്നത് ഐ എം നോട്ട് ഗുഡ് ഇനഫ് അല്ലെങ്കിൽ ഐ എം നോട്ട് വർത്തി എന്നുള്ളതാണെങ്കിൽ നോ മാറ്റർ ഹൗ മച്ച് എവർ യു ട്രൈ യു വോണ്ട് ബി സക്സസ്ഫുൾ. ബിക്കോസ് ഉള്ളിലുള്ള ബിലീഫ് അതാണ്. അപ്പൊ ഈ രാത്രിയിൽ വായിക്കുന്ന നെഗറ്റീവ് ഇമോഷൻസും ഇതിനൊക്കെ ആഡ് ചെയ്യും. രാത്രി ബുക്കൊക്കെ വായിച്ചിട്ട് ആൾക്കാർ കിടക്കുന്നുണ്ട്, അതാണെങ്കിലും അതുകൊണ്ടാണ് ഈ രാത്രി വരുന്ന അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. പ്രൈം ടൈം ആ ടൈമിലുള്ള അഡ്വർടൈസ്മെന്റ്സിനാണ് ഏറ്റവും പൈസ അഡ്വർടൈസ്മെന്റിന്റെ ഇതിൽ മേടിക്കുന്നത്. റീസൺ ബീങ് ആ ടൈമിൽ എല്ലാവരും ഒരു ഉറക്കൊക്കെ ഇങ്ങനെ തോന്നി എപ്പോ വേണമെങ്കിലും ഇൻഫർമേഷൻ ഞാൻ ഉള്ളിലേക്ക് എടുക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ വെക്കുന്ന സീരിയലുകളും പ്രൈം ടൈമിലേക്ക് സീരിയൽസ് വെക്കുന്ന അതൊരു അഡിക്ഷൻ പോലെ വരുന്നതല്ല. അതുകൊണ്ടാണ് ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു യുവർ മൈൻഡ്. സോ ആ കിടക്കുന്നതിന് മുമ്പുള്ള ഒരു 15 minutes ആ ഒരു ടൈം നിങ്ങൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, വായിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അഫേം ചെയ്യാൻ ഐ എം ഗുഡ് അല്ലെങ്കിൽ ഐ എം വർത്തി എന്നുള്ളത്. അപ്പൊ ആദ്യമൊന്നും നമുക്ക് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ തമാശയാ അല്ലെങ്കിൽ ഫേക്ക് ചെയ്യാണെന്നൊക്കെ തോന്നും. പക്ഷെ അതിന്റെ ഡിഫറൻസ് ഇസ് വി ആർ സെയിങ് ദിസ് വിത്ത് ആൻ ഇന്റൻഷൻ ടു മേക്ക് എ ചേഞ്ച് ഇൻ അവർ ലൈഫ്. അല്ലാതെ വെറുതെ റാൻഡോ ആയിട്ട് ഐ എം ഗുഡ് എന്ന് പറയുന്ന പോലെയല്ല. യെസ്, വെരി മൈൻഡ്ഫുൾ കൺസിസ്റ്റൻസി ഇല്ലാണ്ട് നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നാളെ തന്നെ ചേഞ്ച് വരും എന്നല്ല. ആളുകൾക്ക് എപ്പോഴും ഒരു 5-6 ദിവസം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പ് വരും അല്ലെ. അതങ്ങ് നിലനിർത്തിക്കൊണ്ടുപോയി ഈവൻ മരുന്ന് കഴിക്കുന്നതായാലും എത്ര പേരാണ് അനുസരിച്ച കാര്യമാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യം ഇപ്പൊ പറഞ്ഞ PCOD ഒരു കാര്യം. ഇപ്പം എന്റെ ഒരു കുട്ടിക്കാലം ഞാൻ പറയാം. എന്റെ കുട്ടിക്കാലത്തിൽ ഇതേപോലത്തെ ഒരു TV കാണലോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അത് TV ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, TV ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് നേരം നമ്മൾ പോകുകയിലേക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക് കാണുമായിരുന്നു. പക്ഷേ ഈവനിങ് ടൈം എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഫാമിലിയുടെ കൂടെയാണ്. കാരണം ആ സമയത്ത് ഞാനും അച്ഛൻ, അമ്മ, ചേട്ടൻ, അപ്പൂപ്പൻ, അമ്മുമ്മ ഞങ്ങൾ എല്ലാവരും കൂടി വട്ടം. ആ സമയത്ത് ആരും സെപ്പറേറ്റ് ആയിട്ട് TV കാണലോ, ആ സമയത്ത് ഫോണൊന്നും ഇല്ലല്ലോ, ആ സമയത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണ്. ഞങ്ങളൊരു ടേബിൾ ഇട്ട് വരുന്നത്, ഞങ്ങളുടെ പേഴ്സണൽ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചും ഡിസ്കസ് ചെയ്തും അങ്ങനെ തന്നെ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ആർക്കും അസുഖം തന്നെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ ജനറേഷനിലാണ് കൂടുതലും ക്യാൻസർ പേഷ്യൻസും അങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. ഇങ്ങനത്തെ ചെറുപ്പത്തിൽ തന്നെ അത് നമ്മൾ കേൾക്കാത്ത രീതിയിൽ തന്നെയാണ് ഓരോ അസുഖങ്ങളും വരുന്നത്.